IPL മാച്ച് നമ്പർ 61 ഇന്നലെ അവസാനിച്ചപ്പോൾ ഹൈദരാബാദ് തകർപ്പൻ വിജയമായിരുന്നു നേടിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ വെടിക്കെട്ട് തുടക്കമായിരുന്നു മാർക്രം ജോഡി LSGക്ക് കൊടുത്തത്. നല്ല ഇന്റന്റോടെ ഇരുവരും ബാറ്റ് വീശിയപ്പോൾ പവർ പ്ലേയിൽ 69ഉം 10 ഓവറിൽ 108ഉം എത്തിയിരുന്നു. എന്നാൽ 11ാം ഓവറിൽ മാർഷ് പുറത്തായതോടെ ലക്നൌവിന്റെ സ്കോറിംഗ് മൊത്തത്തിൽ താഴേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീടുള്ള 4 ഓവറിൽ 28 മാത്രം വന്നതോടെ SRC മത്സരത്തിലേക്ക് തിരികെ വന്നു. ഒരു ഘട്ടത്തിൽ 230 പോലും എത്തുമെന്ന് തോന്നിച്ച LSG ടോട്ടൽ 200 കടക്കുമോ എന്ന സംശയത്തിലായിരുന്നു മത്സരം പിന്നെ പോയത്. ഒടുവിൽ നിക്കോളാസ് പൂറിന്റെ പിൻബലത്തിൽ 205-7 എന്ന നിലയിലാണ് LSG ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. വളരെ മികച്ച ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ടും ആ സ്റ്റാർട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാതെ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുന്ന നിക്കോളാസ് പൂറിനെ 4ാം സ്ഥാനത്തേക്ക് മാറ്റി അതിനേക്കാൾ സ്ട്രഗിൾ ചെയ്യുന്ന പന്തിനെ വൺ ഡൗൺ ആക്കി കൊണ്ടുവന്നത് ഗെയിം ശരിക്കും സ്ലോ ഡൗൺ ആകാൻ കാരണമായിരുന്നു. ആയുഷ് ബദോനിയെ പോലെ ആരെങ്കിലും വിട്ട് ആ മൊമെന്റം അതുപോലെ തന്നെ കൊണ്ടുപോകാൻ LSGക്ക് നോക്കാമായിരുന്നു. പകരം ആ സ്ലോ ഡൗൺ വന്നത് SRCന് മത്സരത്തിൽ പിടിമുറുക്കാനുള്ള അവസരമാണ് കൊടുത്തത്. കറക്റ്റായി ആ ടൈമിൽ സ്ലോ ബോളുകൾ കൊണ്ട് ഗെയിം കുറെ കൂടി ടൈറ്റ് ചെയ്ത SRCന്റെ ഗെയിം പ്ലാൻ ഗംഭീരമായിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഭിഷേകിന്റെ തകർപ്പൻ സ്റ്റാർട്ട് SRC ചേസിന് അടിത്തറ പാകിയിരുന്നു. പവർ പ്ലേയിൽ 72 നേടി ടീം ടോട്ടൽ 7 ഓവറിൽ 99 എത്തിച്ച ശേഷമായിരുന്നു അഭിഷേക് മടങ്ങിയത്. ബിഷ്ണോയ്ക്കെതിരെ 1 ഓവറിൽ തുടർച്ചയായി 4 സിക്സും ഇതിൽ ഉൾപ്പെടുന്നു. ഔട്ടായ ശേഷം റാത്തിയും അഭിഷേകും തമ്മിൽ ചെറിയ വർത്തമാനവും നടന്നിരുന്നു. അതിന്റെ ഒരു ആവശ്യവും റാത്തിക്കില്ലായിരുന്നു താനും. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു രീതിയിലും SRC ബാറ്റേഴ്സിന് പ്രഷർ കൊടുക്കാൻ LSG ബൗളേഴ്സിന് സാധിച്ചിരുന്നില്ല. രണ്ട് ടീമും തമ്മിലുള്ള ഡിഫറൻസ് അവർക്ക് കിട്ടിയ സ്റ്റാർട്ട് അവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതായിരുന്നു. കമിതു മെൻഡിസിനെ പ്രൊമോട്ട് ചെയ്ത് ക്ലാസിനുമായി ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കൊണ്ടുവന്ന SRC കറക്റ്റായി മൊമെന്റം കീപ്പ് ചെയ്ത് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ LSGക്ക് മാർഷിന്റെ ആദ്യ വിക്കറ്റ് പോയതോടെ തന്നെ മൊമെന്റം കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. പരാജയത്തോടെ ടൂർണമെന്റിൽ നിന്നും ലക്നൌ എലിമിനേറ്റ് ആയി. ഇനി മുംബൈയോ ഡൽഹിയോ എന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അവസാനമായി മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങിയ LSG 205 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ അനായാസമായി ഹൈദരാബാദ് വിജയിക്കുകയാണ് ഉണ്ടായത്.